പ്രൈസ് ലോർഡ്. ദ ഷെപ്പേഴ്സ് ആർപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 12-ാം അധ്യായം 2-ാം വാക്യം. ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ടും എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. ഭയപ്പെടേണ്ട എന്ന് തിരുവചനത്തിലെ അടുത്തതായി നാം കാണുന്നത് യെശയ്യാ പ്രവചനത്തിലാണ്. ആ വാക്യമാണ് നാം വായിച്ചത്. ജീവിതത്തിൽ സകല മനുഷ്യർക്കും ഒന്നല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ പ്രയാസത്തിലൂടെ ഭാരത്തിലൂടെ കടക്കുമ്പോൾ അവരെ രക്ഷിക്കുവാൻ, അവരെ വിടുവിക്കുവാൻ ആരെങ്കിലും ഉണ്ടാകുന്നത് അനുയോജ്യതമാണ്. പലപ്പോഴും നാം പലരെയും ആശ്രയിക്കാറുണ്ട്. ഈ രക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്നാണ്. അപ്പം മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് അവൻ ശിക്ഷ ഏൽക്കണം. ദൈവവചനം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ശിക്ഷാവധിയും ദൈവം മനുഷ്യർക്ക് കൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. അപ്പം പാപിയായി ജനിച്ച, പാപിയായി ജീവിച്ച് പാപിയായി മരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ അവൻ്റെ പാപത്തിൽ നിന്നുള്ള വിടുതൽ അവന് ലഭിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ അവൻ വിശ്വസിക്കുമ്പോഴാണ്. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവും നാഥനുമായി അംഗീകരിക്കുന്ന നിമിഷത്തിൽ അവൻ ദൈവത്തിൻ്റെ പൈതലായി തീരുവാനും കഴിഞ്ഞ നാളുകളിൽ തൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും പാപങ്ങളും പരാജയങ്ങളും ബലഹീനങ്ങളും ക്ഷമിച്ച് ദൈവം തൻ്റെ മകനാക്കി തീർത്ത് സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറച്ച് സ്വർഗരാജ്യത്തിന് അവനെ അവകാശിയായി തീരും. ഇതാണ് ശരിക്കുമുള്ള രക്ഷ. ഈ ഭൂമിയിൽ രക്ഷയ്ക്ക് 3 നിദാനങ്ങളുണ്ട്. നാം രക്ഷിക്കപ്പെടുന്നു, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നാം രക്ഷിക്കപ്പെടുന്നു. കർത്താവിനെ അംഗീകരിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം വീണ്ടും രക്ഷയുടെ അനുഭവം പുതുക്കിക്കൊണ്ട് ജീവിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിലാണ് രക്ഷ നമുക്ക് പൂർണ്ണമാകുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും അന്നാണല്ലോ സാധിക്കുന്നത്. അതുവരെയും നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഇവിടെ നാം വായിക്കുന്നു, ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ടും എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നതുകൊണ്ടും ഞാൻ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കും. അതിൻ്റെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇത് വ്യക്തമാണ്. താൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ, അകന്നു നിന്നപ്പോൾ പറയുന്നത് യഹോവ എന്നോട് കോപിച്ചു. പിന്നെ പറയുന്നത് നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവം ആത്മപാതാളത്തിൽ നിന്നും പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് കർത്താവിൻ്റെ സന്നിധി കടന്നു വരുവാനും ആ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് തന്ന ഭാഗ്യ പദവികളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എബ്രായർ 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാസമയം ജീവിക്കുന്നവനാകിയാൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി സദാസമയം പക്ഷപാതം ചെയ്യുന്നതിനാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ താൻ പ്രാപ്തനാകുന്നു. കർത്താവിന് മാത്രമേ നമ്മെ രക്ഷിപ്പാൻ സാധിക്കുകയുള്ളൂ. ദൈവസന്നിധി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. രക്ഷയുടെ പൂർത്തീകരണം നമ്മളിൽ സംഭവിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ ദൈവത്തിലുള്ള ആശ്രയത്തോടെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് എന്ന് വാക്കാലം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ അങ്ങനെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സന്തോഷത്താൽ നിന്റെ ജനത്തെ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. മഹത്വം കർത്താവ് എടുത്താട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.